പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ട്രേസർ എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 199/2007. 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. പരാബോള ഈസ് എ കോണിക് സെക്ഷൻ ഹാവിങ്. എങ്ങനെയുള്ള ഒരു കോണിക് സെക്ഷനാണ് പരാബോള എന്ന് പറയുന്നത്? Option A 1 focus, Option B 2 foci, Option C 1 focus and 1 directrix, Option D 2 foci and 2 directrix. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1 focus and 1 directrix. ഒരു ഫോക്കസും ഒരു ഡയറക്ട്രിക്സും ഉള്ള കോണിക് സെക്ഷനാണ് പരാബോള എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഈസ്. ഒരു റൈറ്റ് സർക്കുലർ കോണിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ട്രയാങ്കിൾ ആൻഡ് എ സർക്കിൾ, ഓപ്ഷൻ ബി എ സെക്ടർ ആൻഡ് എ സർക്കിൾ, ഓപ്ഷൻ സി 2 സർക്കിൾസ്, ഓപ്ഷൻ ഡി 2 ട്രയാങ്കിൾസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എ സെക്ടർ ആൻഡ് എ സർക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ ഹെക്സഗണൽ നട്ട് സൈസ് അക്രോസ് കോർണർ ഈസ്. ഒരു ഹെക്സഗണൽ നട്ടിൻ്റെ അക്രോസ് ദ കോർണർ അതിൻ്റെ സൈസ് എത്രയായിരിക്കും? ഓപ്ഷൻ എ 1.5D, ഓപ്ഷൻ ബി 2D, ഓപ്ഷൻ സി 2.5D, ഓപ്ഷൻ ഡി 1.5D + 3. ഇതിൻ്റെ ആൻസർ വരുന്നത് 2D ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിവറ്റിംഗ് ഈസ്. റിവറ്റിംഗ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഫാസ്റ്റനിങ് ആണ്? ഓപ്ഷൻ എ സെമി പെർമനൻറ്റ് ഫാസ്റ്റനിങ്, ഓപ്ഷൻ ബി ടെമ്പററി ഫാസ്റ്റനിങ്, ഓപ്ഷൻ സി പെർമനൻറ്റ് ഫാസ്റ്റനിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സെമി പെർമനൻറ്റ് ഫാസ്റ്റനിങ് ആണ്. റിവറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സെമി പെർമനൻ്റ് ആയിട്ടുള്ള ഫാസ്റ്റനിങ് മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ബട്ട് റിവറ്റഡ് ജോയിൻറ്റ് ദ എഡ്ജസ് ഓഫ് മെയിൻ പ്ലേറ്റ്സ് ടു ബി കണക്റ്റഡ്. ഒരു ബട്ട് റിവറ്റഡ് ആയിട്ടുള്ള ജോയിൻറ്റിൽ മെയിൻ പ്ലേറ്റ്സിൻ്റെ എഡ്ജസ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഓവർലാപ്പ് ഈച്ച് അതർ, ഓപ്ഷൻ ബി മേ ബി ഡിഫറെൻറ്റ് തിക്നെസ്, ഓപ്ഷൻ സി ലൈ ഇൻ ദ സെയിം പ്ലെയിൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോൾട്ട് ഈസ് സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ്. എങ്ങനെയാണ് ഒരു ബോൾട്ട് സ്പെസിഫൈ ചെയ്യുന്നത്? ഓപ്ഷൻ എ പിച്ച് ഡയമീറ്റർ, ഓപ്ഷൻ ബി കോർ ഡയമീറ്റർ, ഓപ്ഷൻ സി മൈനർ ഡയമീറ്റർ, ഓപ്ഷൻ ഡി മേജർ ഡയമീറ്റർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മേജർ ഡയമീറ്റർ ആണ്. മേജർ ഡയമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ബോൾട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് റിവറ്റിംഗ് ഈസ് കൺസിഡേർഡ് മോർ എഫക്റ്റീവ് ഇൻ മേക്കിംഗ് ദ ജോയിൻറ്റ് ലീക്ക് പ്രൂഫ്. ഒരു ജോയിൻറ്റ് ലീക്ക് പ്രൂഫാക്കി നമുക്ക് വേണമെങ്കിൽ അതിന് ഏത് ടൈപ്പ് ആയിട്ടുള്ള റിവറ്റിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഓപ്ഷൻ എ സിക്സാഗ്, ഓപ്ഷൻ ബി ചെയിൻ, ഓപ്ഷൻ സി ഡയമണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സിക്സാഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൽഡിംഗ് ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് ഫാസ്റ്റനിങ്. വെൽഡിംഗ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഫാസ്റ്റനിങ് മെത്തേഡാണ്? ഓപ്ഷൻ എ ടെമ്പററി, ഓപ്ഷൻ ബി പെർമനൻറ്റ്, ഓപ്ഷൻ സി സെമി പെർമനൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പെർമനൻ്റ് ആണ്. വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഫാസ്റ്റനിങ് മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗിബ് ഹെഡ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഗിബ് ഹെഡ് കീ ടു ഫെസിലിറ്റേറ്റ്. ഗിബ് ഹെഡ് കീയിൽ ഗിബ് ഹെഡ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ഈസി ഫിറ്റിംഗ്, ഓപ്ഷൻ ബി ഈസി എൻഗേജിങ്, ഓപ്ഷൻ സി ഈസി വിഡ്രോവൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഈസി വിഡ്രോവൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ബൈലാറ്ററൽ സിസ്റ്റം ഓഫ് ടോളറൻസ് ദ ടോളറൻസ് അലൗഡ് ഈസ്. ഒരു ബൈലാറ്ററൽ സിസ്റ്റത്തിൽ അലോ ചെയ്തിരിക്കുന്ന ടോളറൻസ് എത്രയാണ്? ഓപ്ഷൻ എ ബോത്ത് സൈഡ് ഓഫ് നോമിനൽ സൈസ്, ഓപ്ഷൻ ബി 1 side of nominal size, ഓപ്ഷൻ സി 1 side of actual size, ഓപ്ഷൻ ഡി ബോത്ത് സൈഡ് ഓഫ് ആക്ച്വൽ സൈസ്.
ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ബോത്ത് സൈഡ് ഓഫ് നോമിനൽ സൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലേത്ത് സെൻറ്റേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് സ്റ്റാൻഡേർഡ് ടേപ്പർ ഈസ് നോൺ ആസ്. സ്റ്റാൻഡേർഡ് ടേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലേത്ത് സെൻറ്റേഴ്സിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ സെല്ലേഴ്സ് ടേപ്പ്, ഓപ്ഷൻ ബി ചാപ്മാൻസ് ടേപ്സ്, ഓപ്ഷൻ സി ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്സ്, ഓപ്ഷൻ ഡി മോഴ്സ് ടേപ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മോഴ്സ് ടേപ്സ് ആണ്. ഇൻ ഷേപ്പർ ദ മെറ്റൽ ഈസ് റിമൂവ്ഡ് ഡ്യൂറിങ്. ഒരു ഷേപ്പറിൽ എപ്പോഴാണ് മെറ്റൽ റിമൂവ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇൻ റിട്ടേൺ ആൻഡ് ഫോർവേഡ് സ്ട്രോക്ക്, ഓപ്ഷൻ ബി ഫോർവേഡ് സ്ട്രോക്ക്, ഓപ്ഷൻ സി റിട്ടേൺ സ്ട്രോക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഫോർവേഡ് സ്ട്രോക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രില്ലിംഗ് ഈസ് ആൻ ഓപ്പറേഷൻ ഓഫ്. ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ ആണ്? ഓപ്ഷൻ എ മേക്കിംഗ് എ ഹോൾ, ഓപ്ഷൻ ബി എൻലാർജിങ് എ ഹോൾ, ഓപ്ഷൻ സി ഫിനിഷിംഗ് എ ഹോൾ, ഓപ്ഷൻ ഡി ത്രെഡിംഗ് ഇൻ എ ഹോൾ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ മേക്കിംഗ് എ ഹോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഓപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസിങ് ആൻ എക്സ്റ്റേണൽ കോണിക്കൽ സർഫസ് ഈസ് നോൺ ആസ്. എക്സ്റ്റേണൽ കോണിക്കൽ സർഫസ് ഉണ്ടാക്കിയെടുക്കുന്ന ഓപ്പറേഷനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ പ്ലെയിൻ ടേണിംഗ്, ഓപ്ഷൻ ബി സ്റ്റെപ്പ് ടേണിംഗ്, ഓപ്ഷൻ സി ടേപ്പർ ടേണിംഗ്, ഓപ്ഷൻ ഡി ഫേസിംഗ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ടേപ്പർ ടേണിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ലീസ്റ്റ് കൗണ്ട് ഓഫ് എ വെർനിയർ കാലിപ്പർ ഈസ്. ഒരു വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? ഓപ്ഷൻ എ 0.1 mm, ഓപ്ഷൻ ബി 0.2 mm, ഓപ്ഷൻ സി 0.5 mm, ഓപ്ഷൻ ഡി 0.02 mm. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 0.02 mm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, HS steel contain tungsten, chromium and vanadium in the ratio. ഒരു ഹൈ സ്ട്രെങ്ത് സ്റ്റീലിൽ ടങ്സ്റ്റൺ, ക്രോമിയം, വനേഡിയം എന്നിവയുടെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 18:4:1, ഓപ്ഷൻ ബി 2:3:4, ഓപ്ഷൻ സി 1:4:18, ഓപ്ഷൻ ഡി 4:3:2. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 18:4:1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബിയറിംഗ് മെറ്റൽ ഈസ് ദ കമ്പോസിഷൻ ഓഫ്. എന്തിൻ്റെയെല്ലാം കമ്പോസിഷനാണ് ബിയറിംഗ് മെറ്റൽ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ അയൺ, കോപ്പർ, ക്രോമിയം, ഓപ്ഷൻ ബി ടിൻ, കോപ്പർ, ആൻറ്റിമണി, ഓപ്ഷൻ സി കൊബാൾട്ട്, കോപ്പർ, ആൻറ്റിമണി, ഓപ്ഷൻ ഡി അയൺ, കോപ്പർ, ടിൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ടിൻ, കോപ്പർ, ആൻറ്റിമണി. അടുത്ത ക്വസ്റ്റ്യൻ, പിഗ് അയൺ ഈസ് മാനുഫാക്ചർഡ് ബൈ. എവിടെ വെച്ചിട്ടാണ് പിഗ് അയൺ മാനുഫാക്ചർഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഓപ്പൺ ഹേർട്ട് പ്രോസസ്, ഓപ്ഷൻ ബി LD പ്രോസസ്, ഓപ്ഷൻ സി കുപ്പോള, ഓപ്ഷൻ ഡി ബ്ലാസ്റ്റ് ഫർണസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ബ്ലാസ്റ്റ് ഫർണസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേസ് ഹാർഡനിങ് ഈസ് ഡൺ ബൈ. എങ്ങനെയാണ് കേസ് ഹാർഡനിങ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കാർബറൈസിങ്, ഓപ്ഷൻ ബി നൈട്രേറ്റിംഗ്, ഓപ്ഷൻ സി സൈനൈഡിങ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാസ് ഓഫ് എ ബോഡി ഈസ്. ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ വെയിറ്റ് ഓഫ് ദ ബോഡി, ഓപ്ഷൻ ബി മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്, ഓപ്ഷൻ സി സൈസ് ഓഫ് ദ ബോഡി, ഓപ്ഷൻ ഡി വോളിയം ഓഫ് ദ ബോഡി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ്. ഒരു ബോഡിയിൽ ഉള്ള മാറ്ററിൻ്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ്. ഒരു ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ സ്പീഡ് ഓഫ് എ ബോഡി, ഓപ്ഷൻ ബി ട്രാവൽ ഓഫ് എ ബോഡി, ഓപ്ഷൻ സി റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ പെർട്ടിക്കുലർ ഡയറക്ഷൻ, ഓപ്ഷൻ ഡി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ്.
ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഈസ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓപ്ഷൻ ബി മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ സി കിലോമീറ്റർ പെർ അവർ, ഓപ്ഷൻ ഡി മീറ്റർ പെർ അവർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് പവർ ഈസ്. എന്താണ് പവറിൻ്റെ യൂണിറ്റ്? ഓപ്ഷൻ എ ന്യൂട്ടൺ, ഓപ്ഷൻ ബി വാട്ട്, ഓപ്ഷൻ സി ജൂൾ, ഓപ്ഷൻ ഡി കിലോഗ്രാം മീറ്റർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വാട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ വിത്ത് സൈഡ് എ ഈസ് ഡാഷ് ഫ്രം എനി ഓഫ് ദ ത്രീ സൈഡ്സ്. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ, അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തിൽ നിന്ന് എവിടെയായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് a/2√3, ഓപ്ഷൻ ബി a/2, ഓപ്ഷൻ സി a/3√2, ഓപ്ഷൻ ഡി a/3√3. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ a/2√3. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉടനെ തന്നെ വേറെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.